ശബരിമല കേസിൽ വീണ്ടും ദുരൂഹത. ശബരിമലയിൽ ജനുവരി മാസം 2-ാം തീയതി കനകദുർഗയെയും ബിന്ദു അമ്മിണിയെയും കയറ്റുന്നതിൻ്റെ ഭാഗമായി, പുലർച്ചയ്ക്ക് കയറ്റുന്നതിൻ്റെ ഭാഗമായി അന്ന് അവിടെ ADGP ശ്രീജിത്തും പത്മകുമാറും ദേവസ്വം പ്രസിഡന്റ് പത്മകുമാരും ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ള വളരെ നിഗൂഢമായ ഒരു ചർച്ചയുടെ ഭാഗമായി മുഖ്യമന്ത്രി ഓഫീസിൽ ഒരു APS, ഒരു സീനിയർ APS പത്മകുമാറിനെ ഫോണിൽ വിളിച്ചു. പക്ഷേ പ്രതിപക്ഷ നേതാവ് അടക്കം അത് നിഷേധിച്ചപ്പോൾ പത്മകുമാർ പറയുന്നത് പത്മകുമാറിൻ്റെ കയ്യിൽ ഫോൺ റെക്കോർഡുണ്ട്. അന്ന് ആ വിളിയുടെ ഭാഗമായി പത്തനംതിട്ടയിൽ നിന്ന്, ശബരിമലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചതിൻ്റെ ലോഗ് ബുക്കുമുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് വലിച്ചു. ശ്രീജിത്ത് IPSനെ DGPയും വിളിച്ചു. ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. എന്തൊരു പരിതാപകരമായ, എത്ര സങ്കടകരമായ കാര്യങ്ങളാണ് ആ കാലഘട്ടത്തിൽ നടന്നത്. ഒരു പക്വതയുമില്ലാതെ ലക്ഷക്കണക്കിന് ജനങ്ങൾ പുറത്തിറങ്ങി സമരം ചെയ്യുന്നു. ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ അഗ്രഹാരങ്ങളിൽ നിന്നും വലിയ കുടുംബങ്ങളിൽ ഉള്ളവരും ഒരു കാലവശാലും റോഡിൽ നടന്നു പോകാതെ കാറിലും മറ്റ് സംവിധാനങ്ങളിലൊക്കെ മാത്രം സഞ്ചരിക്കുന്ന ആളുകളൊക്കെ ഇറങ്ങി നാമജപ ഘോഷയാത്രകൾ നടത്തുന്നു. അപ്പോഴാണ് ഇങ്ങനത്തെ ചില ഉഡായിപ്പുകൾ. മൂന്നാമതായി നടന്നൊരു കാര്യം, സമരം നടന്നുകൊണ്ടിരുന്നപ്പോൾ സമരത്തെ പൊളിക്കാനായി ചില ഒത്തുതീർപ്പ് ചർച്ചകൾ മുഖ്യമന്ത്രി ഓഫീസിൽ ആലോചിച്ചു. ചർച്ച ഇതാണ്: ശബരിമലയിൽ ഈ സീസണിൽ, അതായത് മകരവിളക്ക് സീസണിൽ ആരെയും കയറ്റുന്നില്ല. ഓക്കെ, മകരവിളക്ക് സീസണിൽ ആരും കയറുന്നില്ല, ഡിസംബർ ജാനുവരി മാസങ്ങളിൽ ആരും കയറുന്നില്ല. എന്നാൽ അത് കഴിഞ്ഞ് 5 ദിവസത്തേക്ക് തുറക്കും മാസത്തിൽ. അതിൽ 5-ാം ദിവസം സ്ത്രീകളെ കയറ്റുകയും പിന്നെ അതങ്ങ് ശുദ്ധികലശം നടത്തി സുപ്രീം കോടതിയോടും പറയാം സ്ത്രീകളെ കയറ്റിയെന്ന്, ഇവിടെ ശുദ്ധികലശം നടത്തിയതുമായി. എത്ര വികലമായ ചിന്തകളാണ്! അങ്ങനെ ഉഡായിപ്പുകളുടെയും ഗോസിപ്പുകളുടെയും ഗൂഢാലോചനകളുടെയും കേന്ദ്രമായിട്ടാണ് അന്ന് കേരള സർക്കാർ പ്രവർത്തിച്ചതെന്ന് ഇന്ന് നമ്മളല്ല പറയുന്നത്, പത്മകുമാർ പുറത്ത് പറയുമ്പോൾ വളരെ സങ്കടകരമാണ്. ഒരു വ്യവസ്ഥിതി, ഒരു സിസ്റ്റം എങ്ങനെയൊക്കെയാണ് ഫെയിലിയർ ആവുന്നത്. ഒരു വിഷയത്തെ കൈകാര്യം ചെയ്ത് നാശക്കോട്ട NSSും SNDPയും സകല ഹിന്ദു സംഘടനകളും തെരുവിൽ കിടന്ന് തല്ലുകൊള്ളുമ്പോൾ കോൺഗ്രസും BJPയും UDF ആളുകളും NDAയുടെ ആളുകളും വലിയ തോതിൽ കേസുകളിലൊക്കെ പ്രതിയായി, ചെറുപ്പക്കാരെല്ലാം കേസിൽ പ്രതിയായി, വനിതകളെല്ലാം റോഡിൽ വലിയ ബഹളമുണ്ടാക്കുമ്പോൾ ഇവിടെ അകത്ത് ഒത്തുതീർപ്പ് ചർച്ച, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇങ്ങോട്ട് വിളിക്കൽ, ADGPയെ തിരുവനന്തപുരത്തേക്ക് വിളിക്കൽ, എന്തൊക്കെയാണ് നടക്കുന്നത്? എത്ര മോശമായ ഇടപാടുകളാണ്. എന്തെങ്കിലും നേടിയോ? അവസാനം എന്ത് നേടി? തെരഞ്ഞെടുപ്പിൽ, അത് കഴിഞ്ഞു വന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിലും UDF വാക്ക് ഓവറായിരുന്നു, പാട്ടും പാടി ജയിച്ചു. ഇതാണ് സംഭവിച്ചത്. ഇത് ഒഴിവാക്കാമായിരുന്നില്ലേ? എന്നിട്ട് സകല വീടുകളിലും ചെന്ന് സ്വാമി ശരണം, സ്വാമി അയ്യപ്പ എന്ന് പറഞ്ഞ് സാഷ്ടാംഗ പ്രണാമം നടത്തേണ്ടി വന്നു. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എന്നിട്ട് പിന്നെ വന്ന തിരഞ്ഞെടുപ്പുകളിൽ രക്ഷപ്പെട്ടോ? ഇല്ല. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് രക്ഷപ്പെട്ടോ? ഇല്ല. അത് കഴിഞ്ഞ് വന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് രക്ഷപ്പെട്ടോ? ഒരു തെരഞ്ഞെടുപ്പ് രക്ഷപ്പെടുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ശബരിമല അയ്യപ്പനെ വെച്ച് കളിച്ചു. അതിൻ്റെ ദുരന്ത ഫലങ്ങളാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അത് വളരെ ഗൗരവതരമാണ്. പത്മകുമാർ ജാമ്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇൻഡയറക്റ്റായിട്ട് പുള്ളി സുഹൃത്തുക്കളോട് പറഞ്ഞ് സുഹൃത്തുക്കൾ പുറത്തുവിടുന്നു കാര്യങ്ങൾ. എന്തായാലും ചാനലുകൾക്ക് കൃത്യമായ കാര്യങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു.